MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയ ഒരു ക്യാരറ്റ് പായസം ഉണ്ടാക്കാം. ഇതിനായി 1/2 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് പീൽ ചെയ്ത് 2 സൈഡും കട്ട് ചെയ്ത് മാറ്റി കഴുകിയെടുത്തതാണ്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം. കൂടുതൽ വെള്ളമൊഴിക്കേണ്ട, 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് 1/2 കപ്പ് ചവ്വരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം. കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് വേണം ചവ്വരി വേവിക്കാൻ. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. നമുക്കിനി ക്യാരറ്റ് വെന്തോന്ന് നോക്കാം. ക്യാരറ്റ് ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇത് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. ചവ്വരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് വേവുമ്പോൾ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയി വരും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം. ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയി ഒന്ന് വിട്ട് വരാൻ വേണ്ടിയാണ്. ഇനി ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്സ് ഇടാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ നെയ്യിലേക്ക് തന്നെ അരച്ചു വെച്ച ക്യാരറ്റ് ചേർക്കാം. ഇതൊരു 3 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്കിനി 1 ലിറ്റർ പാൽ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇതിപ്പോൾ നന്നായി തിളക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് ചവ്വരി ചേർക്കാം. ഇത് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കി വരുമ്പോൾ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. ഇനി ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ട്സും കിസ്മിസും ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ ക്യാരറ്റ് പായസം റെഡി ആയി കഴിഞ്ഞു. ഇതിനിപ്പോൾ പാകത്തിന് മധുരമുണ്ട്. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചുകൂടി ചേർത്താൽ മതി.
നല്ല ടേസ്റ്റിയായ ഈ പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു.